അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയ ഇഫ്താർ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലാണ് ഇഫ്താർ കൂടിയത്. അങ്ങനെ ആൻറ്റീനെയും പിള്ളേരെയും ടീച്ചറും കുട്ടിയും കളിയിലാണ് ആ ഡേ തുടങ്ങിയത്. പിന്നെ നേരോട് കുറച്ച് സ്റ്റെപ്സും. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കടന്നു. ആദ്യം തന്നെ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യാൻ നിന്നത്. വാട്ടർമെലനും മുന്തിരിയും ജ്യൂസാണ് അടിച്ചത്. പിന്നെ വാട്ടർമെലനും കുറച്ച് ഓറഞ്ചും കട്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്. അതേപോലെ തന്നെ പിന്നെ സമൂസ നമ്മൾ പുറത്തുനിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻറ്റി കിഴങ്ങൊക്കെ വേവിച്ച് ഏകദേശം റെഡിയായി. അങ്ങനെ അത് താളിച്ച് സൈഡിലോട്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഈ വീട്ടിൽ 3 ബ്ലോഗേഴ്സാണ് കേട്ടോ ഉള്ളത്. അതിലൊരാളാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് നാണായതുകൊണ്ട് മുഖം കാണിച്ചില്ല. അങ്ങനെ ആ കിഴങ്ങും സെറ്റായി സൈഡിലോട്ട് വെച്ച് പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റ് ആൻറ്റി ബീഫൊക്കെ വേവിച്ച് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് കറി ലീവ്സ് ആൻഡ് കൊറിയാൻഡർ ലീവ്സ് ആ ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് പിന്നെ ബീഫ് കൂടി ആഡാക്കി ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഇട്ട് വഴറ്റി അതും റെഡിയായപ്പോൾ കാണാം അടുത്ത ഐറ്റം. അങ്ങനെ അടുത്ത ഐറ്റം മജ്ബൂസിനുള്ളതായിരുന്നു. അതിൻ്റെ മസാലയും വേറെ ഉണ്ടാക്കി പിന്നെ ചോറ് വേറെ പാത്രത്തിലായിട്ട് അങ്ങനെ രണ്ടും കൂടി പിന്നെ ഒരുമിച്ച് ആഡാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടൊന്ന് ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ട് അതും ഷടപടേന്ന് അങ്ങനെ റെഡിയായി. നല്ല അപാര ടേസ്റ്റായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. പിന്നെ അതും കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. കാറ്റൊക്കെ കൊണ്ട് ആ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാം ആൻറ്റി ഒറട്ടിക്കുള്ള മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ആ സമയം പോയിട്ട് ടേബിളൊക്കെ സെറ്റാക്കി ബാങ്ക് കൊടുക്കാനായിരുന്നു. അങ്ങനെ ജ്യൂസും കട്ടൻ ചായയും ഒക്കെ ഒഴിച്ച് സെറ്റാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റാക്കി ഇരുന്നിട്ട് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഈത്തപ്പഴവും വെള്ളവും കൊണ്ട് മുറിച്ചിട്ട് പിന്നെ സമോസയും കഴിച്ച് പിന്നെ ആൻറ്റിയുടെ ഒരു രക്ഷയുമില്ലാത്ത മജ്ബൂസ്. ഇറ്റ് വാസ് സോ യമ്മി ഗൈസ്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ അതൊക്കെ വയറിലാക്കിയിട്ട് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തോട്ട് വീണ്ടും ഇറങ്ങി ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ കുടിച്ച് അതേസമയം ബാഡ്മിൻ്റനൊക്കെ കളിച്ച് ആ ഡേ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.